Hi friends, I am Faisal from GreenToday Architects and Engineers. This project is Good Earth in Kalamassery Moderntimes in the project in the 5th floor. This client is associated with ഇവരുടെ കുറേ പ്രൊജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ടൊരു അല്ലെങ്കിൽ നമുക്ക് കുറേ റെഫറൻസ് എനിക്ക് തോന്നുന്നു മോർ ദാൻ 3-4 റെഫറൻസ് തന്നെ തന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിയപ്പോഴും നമ്മളെ തന്നെ അസോസിയേറ്റ് ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ തന്നെ ചെയ്യാനായിട്ടാണ് ഇത്. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുഡ് എർത്ത് ഇത്രയും ഗുഡ് എർത്തിനെ കുറിച്ച് അറിയാമല്ലോ. ഗുഡ് എർത്ത് ചെയ്യുന്ന ഫ്ലാറ്റുകളെല്ലാം ഒരു ഗ്രീൻ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട്സാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 700 to 700 സ്ക്വയർ ഫീറ്റോളം ഫുള്ളി ഗ്രീനറി ആയിരിക്കും ഈ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ഗാർഡൻ ഏരിയാസ് ഉണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ നമ്മളിപ്പോൾ ഉള്ള 5th ഫ്ലോറിലാണ്. 5th ഫ്ലോറിൽ തന്നെ ഇതൊരു വില്ല കോൺസെപ്റ്റിൽ ചെയ്തേക്കുന്ന ഫ്ലാറ്റാണ്. അങ്ങനെ വില്ല കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളെല്ലാവരും വിചാരിക്കും എന്ത് വില്ല കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ഫ്ലോറിൽ നിന്ന് എൻ്റർ ചെയ്ത് മേളിലത്തെ ഫ്ലോറും ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറേ നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റിൽ കുറേ ഡിസ്മാൻഡിലേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇപ്പോഴത്തെ കറൻറ്റ് സെനാരിയോ അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഒരു അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ വ്യൂ ചെയ്യുന്നവർക്ക് കൂടുതൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണമെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് 5th ഫ്ലോറിൻ്റെ എൻട്രൻസ്. ഇതേപോലെ തന്നെ ഒരു ഡോറ് 6th ഫ്ലോറിലുണ്ട്. അതും യൂസ് ചെയ്ത് അതും ഒരു മെയിൻ എൻട്രൻസ് പോലെ തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്തത്. ഞാൻ എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്മാൻഡേഷൻ ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെയർ കേസ് നമ്മളത് മൊത്തം ഡിസ്മാൻഡിൽ ചെയ്തു. ഈ സ്റ്റെയർ കേസ് നമ്മൾ വുഡൻ രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തേക്കാം. അവിടെ നിന്ന് വരുന്നത് ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ടോയ്ലറ്റ്സ് ഉണ്ട്, ഒരു കോമൺ ടോയ്ലറ്റ് പോലെ ഉണ്ട്. ഇതിൻ്റെ ശരിക്കും ഡോറ് ഈ ഭാഗത്തായിരുന്നു. നമ്മളതിനെ ഡിസൈൻ കോൺസെപ്റ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി ഈ സൈഡിലേക്ക് ഡോറ് വരുത്തുകയും നമ്മുടെ ബെഡ് പൊസിഷൻ ഇവിടെ തന്നെയാണ്. ഇവിടെ കബോർഡ് വർക്കുകളായിരിക്കും വരിക. ഇതിൻ്റെ വ്യൂ ജസ്റ്റ് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇതല്ല. ഈ ടോയ്ലറ്റ്സിലൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിന് ടോയ്ലറ്റ് ചേഞ്ചസ് ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ അത് ചെയ്യേണ്ടി ആണ്. കുറേ ചേഞ്ചസ് വരുന്നുണ്ട് അതിനകത്ത്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടുത്തെ ഈ ഓപ്പണിങ് ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ച് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ അടുത്ത ഓപ്പണിങ് വരുന്നത്. ഇത് ഷൂക്കോൻ്റെ അലുമിനിയം വിൻഡോസ് ആയിരിക്കും വരുന്നത്. ഫോൾഡിങ് ടൈപ്പ് വിൻഡോസാണ് വരുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ വലിയ ചേഞ്ചസ് ഇല്ല. ബാത്റൂമിലൊന്നും ചേഞ്ചസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കിച്ചണിൽ ഭയങ്കരമായ ഒരു ചേഞ്ചസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ബ്ലോക്ക് വർക്ക്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്മാൻഡ് ചെയ്തു ഒക്കെ കണ്ടാൽ അറിയാം. ഇതാണ് ഈ ഒരു ഏരിയ. ഫ്രം ഈ ഡോറ് മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ കിച്ചൺ ചെയ്തേക്കുന്നത്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ മോഡലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് ഡൈനിങ് ഏരിയ, അവിടെ സിറ്റിംഗ് ഏരിയ. കിച്ചണിൽ ഇവിടുന്ന് വരുമ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ
വർക്കിംഗ് കിച്ചണിലേക്ക് മാറ്റി. പിന്നെ അവിടെ ഒരു മെയ്ഡ്സ് റൂമുണ്ട്, അതൊരു മെയ്ഡ്സ് റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂമായിട്ട് മാറ്റി. അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കേസ് വുഡിൽ വരും. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആർക്കിടെക്ട് തന്നെ പറഞ്ഞു തരും. നമ്മളിവിടെ നമ്മളിവിടെ ഉണ്ടായിരുന്ന സ്റ്റെയർ കേസ് ഡെമോളിഷ് ചെയ്തിട്ട് സ്റ്റീൽ സ്റ്റെയർ കേസ് ആണ്, അത് ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ആണ് ആ ഭാഗത്ത് ചെയ്യുന്നത്. ഈ ഭാഗത്ത് അതിന്റെ മുകളിൽ വുഡൻ ക്ലാഡിങ് പോലെ വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചേഞ്ചസ് ലേ ഔട്ടിൽ വരുത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ താഴത്ത് ചെയ്ത അതേ ചേഞ്ചസ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മുടെ VRFന്റെ യൂണിറ്റ് വരുന്നത്, ത്രോ എല്ലാം വരുന്നത്. അപ്പൊ ഈ ഭാഗത്ത് സീലിംഗ് ഹൈറ്റ് കുറച്ച് കുറയും. എന്നാൽ പോലും ഇവിടുന്ന് ഗ്രില്ലില് അങ്ങോട്ട് AC-യുടെ ത്രോ വരും. ഇവിടെ അല്ലേ നമ്മൾ കബോർഡൊക്കെ വരുന്നത്. അതെ, ഈ ഒരു സൈഡിലാണ് കബോർഡ്സ് ഒക്കെ വരുന്നത്. പിന്നെ ടോയ്ലറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ടോയ്ലറ്റിന്റെ ഐറ്റംസും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഷവറും കമ്മോഡും എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പർ ലിവിംഗ് ആണ്, ഫാമിലി ലിവിംഗ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫാമിലി ലിവിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഓൾറെഡി ഇത്രയും ബാൽക്കണി ഉള്ള കാരണം ക്ലയന്റിന് ഇവിടെ ഒരു ഡേ ബെഡ് സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതും ഒരു ബാൽക്കണി ആയിട്ട് വേണ്ട, നമുക്കൊരു ഡേ ബെഡിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഡേ ബെഡ് സെറ്റപ്പ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് ഉള്ളത്. ഓക്കെ, ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂമും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ട് ഇത്രയും കൂടി ഏരിയ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഭാഗത്തിൽ സീംലെസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെയും സ്ലൈഡിങ് ഫോൾഡിങ് ഷൂക്കോന്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, അത് ബെഡ് ഏരിയ, ഇതൊരു ചെറിയൊരു ലോഞ്ച് ഏരിയ പോലെ കിട്ടും. പിന്നെ ഇത് വാക്കിൻ വാർഡ്രോബാണ്. വാക്കിംഗ് വാർഡ്രോബിന്റെ സൈസ് വലുതാക്കിയിട്ടുണ്ട്. അതെ, അത് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട് നമ്മള്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റിൽ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മള് ആക്സറീസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തു, ക്ലോസറ്റ് പൊസിഷൻ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഡെമോളിഷ് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പുറത്ത് കാണുന്ന ബാൽക്കണി ഏരിയ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ടോയ്ലറ്റ് കോർട്ട്യാർഡ് പോലെ ചെയ്തേക്കാണ്. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഫൈനൽ ഡിസൈൻ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഒരു സ്റ്റീം റൂമും വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. അതെ, നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇവിടെ വലിയ മരങ്ങളുടെ കാര്യം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇത് ഇപ്പൊ മാവാണ് സെറ്റ് ചെയ്തത്. ഇപ്പൊ ഈ ബിൽഡർ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കണ ഒരു സെറ്റപ്പാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു മാവ് അവര് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. നേരെ ബാക്കില് ഒരു ഗോവ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളിവിടെ വേറെ കുറച്ച് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRFന്റെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ, അതായത് ഇവിടെ AC-യുടെ കാര്യം വരുമ്പോ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ ക്ലയന്റ് ദുബായ് ബേസ്ഡ് ആണ്. അപ്പൊ അവര് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സ്പ്ലിറ്റ് AC വെക്കുന്നത് ദുബായിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏതൊരു ചെറിയ സ്ഥലത്തും അവിടെ VRF ആയിരിക്കും വെച്ചേക്കുന്നത്. അപ്പൊ നമ്മള് അത് ഇവിടെ ബിൽഡർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സ്പ്ലിറ്റ് AC വെക്കാനുള്ള ഒരു ഇതാണ്. എന്നാൽ കൂടി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തിട്ട് അത് VRFലേക്ക് മാറ്റായിരുന്നു. ഡിസൈൻ്റെയും ഇതിൻ്റെയും കൺസിഡർ ചെയ്തിട്ട് ഒരു VRF സെറ്റപ്പിലേക്കാണ് നമ്മൾ പോയേക്കണം. അത് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇപ്പൊ ഇവിടെ ബീം കോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറ്റൂല. ഇവിടെ ആ ഒരു സ്ട്രിക്റ്റ് പോളിസിയാണ് നമ്മൾ ഗുഡ്ഡത്തിലുള്ളത്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി വേറെ പല ഇന്റീരിയർ ഡിസൈൻ എലമെന്റ്സിലേക്ക് അത് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പൊ ഓൾറെഡി VRFന്റെ ഡിസൈൻ ഫൈനലൈസ് ആയിട്ടുണ്ട്. ഇനി അതിനെ ആ ഡിസൈനെ നമ്മുടെ ഇന്റീരിയർ സീലിംഗിൽ കൂടി ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യാനുള്ള ഇതിലാണ്. അപ്പൊ VRF എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ 2 യൂണിറ്റ് ആണ് വെക്കുന്നത്. 8 ഇതില്ലേ, 8ന്റെ 2 യൂണിറ്റ് ആണ് ഇവിടെ വെക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാ ത്രോയും നല്ല ഭംഗിയുള്ള ഗ്രില്ലിൽ കൂടെ സ്പ്ലിറ്റ് എ സി പോലെ വൃത്തികേടാവാത്ത രീതിയിൽ. സ്പ്ലിറ്റ് എ സി വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 3-4 വർഷത്തിൽ എന്തായാലും അത് യെല്ലോ കളറാവും. അത് ഏത് ബ്രാൻഡിന്റെ ആയാലും അതിന്റെ ABS ബോഡിയാണ്, അപ്പോൾ അത് യെല്ലോ കളർ ആവാൻ സാധ്യത കൂടുതലാണ്. അത് കൂടാണ്ട് നമുക്കൊരു പ്രീമിയം ഡിസൈനിൽ വരുമ്പോൾ നമുക്ക് ഗ്രില്ലെല്ലാം നമുക്ക് വേണ്ട ഫിനിഷിലേക്ക് കൊണ്ടുവരാനും അതൊരു സ്ലീക്കായിട്ട് ആരും അറിയാത്ത രീതിയിൽ വെക്കാനുമുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഇന്ന് വന്ന കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കൊന്ന് ക്രെയിൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലേക്ക് പോകാം. നമ്മൾ ടൈല് 10x5 ഫീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ലോഡിങ് ക്രെയിൻ വെച്ചാണ്, അതിൻ്റെ ഒരു വീഡിയോസാണ്. നമ്മൾ താഴത്തുനിന്ന് തന്നെ ക്രെയിനിലാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേളിലേക്ക് ഓൾറെഡി ഒരു ലോഡ് കയറി, അതിനുശേഷം അത് താഴത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത ലോഡ് കയറാനുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്.